ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ജോൺസൻ്റെ ഷവർ കോക്കാണ് എടുത്തേക്കുന്നത്. 10 ഇയേഴ്സ് വാറൻറ്റിയുള്ള ഷവർ കോക്കാണ് നമ്മളിപ്പം എടുത്തേക്കുന്നത്. കമ്പനി പറയുന്നത് 10 വർഷത്തെ വാറൻറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഒരു ബോക്സിൻ്റെ അകത്ത് 2 ഷവർ കോക്കുകൾ വെച്ചിട്ടാണ് വരുന്നത്. ഇപ്പം നമുക്ക് ഒറ്റൊരു ഷവർ കോക്കിൻ്റെ ആവശ്യതയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണമായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതേപോലെ ഒരു പാക്കിങ്ങിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് സാധനം. ഫുൾ ബ്രാസാണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ലിവറിൻ്റെ അകത്ത്, അതിൻ്റെ നീഡിലിൻ്റെ അകത്ത് ഒരു ക്യാപ്പും ഒരു ബ്ലാക്ക് ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ടൈപ്പ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ടൈലൊക്കെ ഒട്ടിക്കാൻ നേരത്ത് ചാന്തും കാര്യങ്ങളൊന്നും വീഴാതെ സിമെൻറ്റൊന്നും ആവാതൊക്കെ ഇരിക്കും. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഉപകാരപ്രദമുള്ളൊരു സാധനമാണ് ഈ ബ്ലാക്കിൽ അതിനൊരു കപ്പ് കൊടുത്തേക്കുന്നത്. അതേപോലെ ഇത് നമ്മൾ എടുത്തേക്കുന്നത് 20 mm-ൻ്റെയാണ്, അതായത് 3/4 ഇഞ്ചിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ അതിൻ്റെ അകത്ത് ഒരു ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട്. ആരോ മാർക്ക് ശ്രദ്ധിച്ച് വേണം നമ്മൾ എപ്പോഴും ഷവർ കോക്ക് സെറ്റ് ചെയ്യാൻ. അതായത് ആരോ മാർക്ക് മുകളിലോട്ടിരിക്കണം. കാരണം വെള്ളം പോകുന്ന ഭാഗം മുകളിലോട്ടാണ് പോകേണ്ടത്. അതേപോലെ ജോൺസൺ എന്നെഴുതിയ അവരുടെ പ്രിൻറ്റും അതിൻ്റെ അകത്ത് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു MD ഇട്ട് CPVCയുടെ MD ഇട്ടാണ് നമ്മളിപ്പം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് CPVCയുടെ MD. അപ്പം ഇത് STR11-ൻ്റെയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. STR11-ൻ്റെയാണ് നമ്മൾ CPVC യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെയാണ് MDയും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ത്രെഡ് കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും. കാരണം ഫുൾ ത്രെഡ് കയറത്തില്ല, ഒരിക്കലും ഷവർ കോക്കിൻ്റെ അകത്ത് ഫുൾ ത്രെഡ് കയറത്തില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ആദ്യം തന്നെ നമ്മൾ ഒരു MD എടുത്തിട്ട് നമ്മൾ ആദ്യം നോക്കണം ഷവർ കോക്കിൻ്റെ അകത്ത് എത്രമാത്രം കയറും എന്നുള്ളത് നോക്കണം. അപ്പം ഇതിൻ്റെ അകത്തുണ്ട് ഇത്രയും 2 ത്രെഡിൻ്റെ ഒരു വ്യത്യാസം വരും, 2 ത്രെഡിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും അത് നമുക്കിനി കട്ട് ചെയ്ത് കളയണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ ജോയിൻ്റ് ആയിട്ടിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ സൈഡ് വഴിയൊക്കെ ലീക്ക് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ടൈലൊക്കെ കുത്തി കളക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ കട്ട് ചെയ്തതാണ് ഇപ്പം നമ്മളിപ്പം കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് ഇട്ട് നോക്കണം കറക്റ്റായിട്ട്, അത് കറക്റ്റ് ത്രെഡ് അതിൻ്റെ അകത്ത് പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇപ്പോൾ വേണ്ടോ ഫുൾ കവറിങ് ആയിട്ട് അതിൻ്റെ അകത്ത് ഫുൾ ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ടഫ്ലോൺ ടേപ്പ് വെച്ചാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതെടുത്തേക്കുന്ന 30 രൂപയുടെ ഇച്ചിരി വീതി കൂടിയ ടൈപ്പ് ടഫ്ലോങ് ആണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ടഫ്ലോങ്ങിന് 30 രൂപയാണ് വില വരുന്നത്. അതേപോലെ നമ്മൾ ഷെല്ലാക്കും തേക്കുന്നുണ്ട്. ഷെല്ലാക്കിൻ്റെ ആവശ്യകതയില്ല. ടഫ്ലോൺ ടേപ്പ് ഉണ്ടെങ്കിൽ ഷെല്ലാക്കിൻ്റെ ആവശ്യകതയില്ല. അപ്പോൾ അത് നമ്മളെങ്കിൽ പോലും നമ്മൾ ഷെല്ലാക്കും കൂടെ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ ടഫ്ലോൺ ടേപ്പ് ചുറ്റണം. കാരണം ടഫ്ലോൺ ടേപ്പ് ഇത്രയും വീതിയുള്ളത് എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡും നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് അരഞ്ഞ് കയറി പിടിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ടൈറ്റിന് ചുറ്റണം എന്ന് പറയുന്നത്. അപ്പം ടഫ്ലോൺ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള വീതിയുള്ള ടൈപ്പ് ടഫ്ലോൺ ടേപ്പ് എടുക്കണം. അതിൻ്റെ വില 30 രൂപയേ ഉള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇച്ചിരി ഷെല്ലാക്കും അതിൻ്റെ എല്ലാ സൈഡിലും ഇച്ചിരി തേച്ച് കൊടുക്കുന്നുണ്ട്. ടഫ്ലോൺ ടേപ്പ് ചുറ്റിക്കഴിഞ്ഞാൽ ഷെല്ലാക്കിൻ്റെ ആവശ്യകതയില്ല. എങ്കിൽ പോലും നമ്മൾ ഇച്ചിരി ഷെല്ലാക്ക് തൂത്ത് കൊടുക്കുന്നുണ്ട്. സെറ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ടഫ്ലോൺ ടേപ്പ് ചുറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്തല്ല നമ്മളിന്ന് ഇതേപോലെ ഒന്ന് കയറ്റി നോക്കണം. കാരണം ഈ MD കറക്റ്റ് ലെവലിന് ആണോ ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഏങ്കോണിച്ച് പോകും. ഏങ്കോണിച്ച് ഒരിക്കലും പോകരുത്. കാരണം പിന്നീട് അത് ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഇതേപോലെ ടഫ്ലോൺ ടേപ്പ് ചുറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. കറക്റ്റ് പാരലായിട്ട് തന്നെയാണ് കയറുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല. അങ്ങനെ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ കുറച്ച് ത്രെഡ് വെട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ചരിഞ്ഞോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ടൈറ്റ് ചെയ്യരുത്. അപ്പോൾ നേരെ തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു 5 റേഞ്ച് എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഹൈ ടൈറ്റിൻ്റെ അകത്ത് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ ഒരു 5 റേഞ്ചോ അല്ലെങ്കിൽ മങ്കി പ്ലെയറോ അഡ്ജസ്റ്റബിൾ വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മളൊരു 5 റേഞ്ച് കൊണ്ടാണ് നമ്മൾ ഇപ്പം ഇത് ടൈറ്റ് ചെയ്യുന്നത്. 5 റേഞ്ച് കൊണ്ട് ഇതേപോലെ കറക്കി അതിൻ്റെ മുകളിലത്തെ ആ ത്രെഡിൻ്റെ അകത്ത് കറക്കി ഇതേപോലെ കയറ്റാം. ഓവർ ടൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് മുറിച്ചേക്കുന്നത്. കറക്റ്റ് അളവിന് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന അളവിന് തന്നെയാണ് നമ്മൾ ആ MD നമ്മൾ മുറിച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ആദ്യം തന്നെ നമ്മൾ വെച്ച് നോക്കി MD കട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. 2 ത്രെഡിൻ്റെ ഒക്കെ വ്യത്യാസം എല്ലാ MDക്കും ഉണ്ടാവും. PVC ആയാലും CPVC ആയാലും അങ്ങനെ ഷവർ കോക്കിൻ്റെ അകത്ത് ഫുൾ ത്രെഡ് നമുക്ക് വരത്തില്ല. എംബ്രാൻഡിൻ്റെ അതിന് മാത്രമാണ് ഒരു ത്രെഡ് കളയേണ്ട അവസ്ഥ വരുന്നത്. എന്നിട്ട് അടുത്ത MD എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കവർ ചെയ്ത് നമ്മൾ ടഫ്ലോൺ ടേപ്പ് ഇതേപോലെ ചുറ്റിയെടുക്കണം. അപ്പം ഇച്ചിരി കട്ടിക്കാൻ ഇരുന്നാലും യാതൊരു കുഴപ്പമില്ല. കാരണം അതിനൂടെ ഈ ഷെല്ലാക്കും കൂടെ ചേരുമ്പോഴത്തേന് അത് നല്ല കടിച്ച് പിടിച്ച് ഇരിക്കും. പിന്നെ നമുക്ക് യാതൊരു ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഷെല്ലാക്കും കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പം നേരത്തെയൊക്കെ കോട്ടൺ പേസ്റ്റിൻ്റെ അകത്തായിരുന്നു നമ്മൾ ഇതേപോലെ ഷവർ കോക്കുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് ഇതിൻ്റെ അകത്തും കൂടെ നമ്മളൊന്ന് തൂത്തുകൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് അതിൻ്റെ അകത്തും കൂടെ ഇരിക്കുമ്പോഴത്തേനും അങ്ങ് ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ തന്നെ കയറിയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അതും നമ്മൾ ഇതേപോലെ തന്നെ നേരെ തന്നെ കയറ്റാൻ നോക്കണം.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നേരെ കയറ്റുമ്പം ചെറിയൊരു ചരിവൊക്കെ ഉണ്ട്. ഇതിപ്പം ആദ്യം ഒരു ചരിവ് വന്നില്ലേ, അത് നമ്മളിപ്പം തിരിച്ച് റീസെറ്റ് ചെയ്യുവാണ്. അപ്പം ഇതേപോലെ നോക്കിയിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ, അല്ലാതെ എടുത്ത് വെച്ച ഉടനെ പിടിച്ച് അങ്ങ് ടൈറ്റ് ചെയ്യരുത്. കാരണം ആ സൈഡ് കൊണ്ട് ഒന്നെങ്കിൽ പൊട്ടൽ വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു സൈഡ് മാത്രം ചള്ളിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നേരെ വെച്ച് നോക്കിയിട്ട്, ഇച്ചിരി സമയം എടുത്താലും വിഷയമില്ല, നേരെ നോക്കിയെടുത്ത് വെച്ചതിന് ശേഷം 5 റേഞ്ച് കൊണ്ട് ഇതേപോലെ ടൈറ്റ് ചെയ്താൽ മതി. ഓവർ ടൈറ്റിൻ്റെ ആവശ്യതയില്ല, കാരണം നമ്മൾ അത് ആദ്യമേ തന്നെ വെച്ച് നോക്കി കട്ട് ചെയ്തെടുത്തത് കൊണ്ട് നമുക്ക് ഓവർ ടൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയും അത് ജാമായ അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ അത് ടൈറ്റായി. ഓവർ ടൈറ്റ് ചെയ്യുമ്പം ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ത്രെഡ് കുറച്ചാണ് കട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളത് ഓവർ ടൈറ്റ് ചെയ്യുമ്പം ഈ അങ്ങ് ബൾജിങ് ആവും, അതായത് ചളുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പം കണ്ടില്ല, കണ്ട കറക്റ്റായിട്ട് ആ ത്രെഡ് ഫുള്ളും കയറി ഇരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. കാരണം അത് ഫുള്ളും അതിൽ തന്നെ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് നമുക്കൊണ്ട് മനസ്സിലാക്കണം. കാരണം നമ്മൾ അതേ അളവിനാണ് നമ്മൾ എടുത്തേക്കുന്നതും. ഇതിൻ്റെ ഔട്ട് സൈഡിൽ കൂടെ ഒന്നും നമുക്ക് ഇനി ടഫ്ലോൺ ടേപ്പ് ചുറ്റുമോ അതിൻ്റെ ആവശ്യതയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഷവർ കോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഭിത്തിയിൽ നമ്മൾ ഷവർ കോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചാന്തും 4 സൈഡ് ഫില്ല് ചെയ്ത് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ സെറ്റ് ചെയ്ത് നമ്മൾ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ക്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇനി ടൈൽ ഒട്ടിക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ആ നീഡിലിൻ്റെ അകത്ത്, അതിൻ്റെ ആ നീഡിലിൻ്റെ അകത്ത് പിന്നെ ചാന്തോ കാര്യങ്ങളോ ഗ്രൗട്ടോ കാര്യങ്ങളോ ഒന്നും ആവത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാപ്പുള്ള ടൈപ്പ് എടുക്കണം. അപ്പോൾ ജാഗ്വാറിൻ്റെ അതിലും ഇതേപോലെ ക്യാപ്പുള്ള ടൈപ്പുകളാണ് ഉള്ളത്. അപ്പം ജോൺസൻ്റെ അതിലും ഇതേപോലെ ക്യാപ്പുകളുണ്ട്. വേറെ ഒരു ബ്രാൻഡിലും അങ്ങനെ ക്യാപ്പുകൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പൊക്കെ അടിച്ച് വെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുപോലെ ഷവർ കോക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ചാന്തും വെച്ച് ഫില്ല് ചെയ്യണം.